ബലരാമൻ ഒരിക്കൽ ദീർഘമായൊരു തീർത്ഥയാത്ര നടത്തി. ഭാരതത്തിലെ പല പ്രമുഖ ക്ഷേത്രങ്ങളിലും ബലരാമൻ ദർശനം നടത്തിയതായി വിശ്വസിക്കപ്പെടുന്നു. ഇന്നത്തെ കഥയമ്മ ബലരാമന്റെ തീർത്ഥാടന വിശേഷങ്ങൾ വിശദമാക്കുന്നു. കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ബലരാമസ്വാമിയുടെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണൻ അർജുനന്റെ തേരാളിയായി പാർത്ഥസാരഥിയായിട്ട് ഭഗവാൻ ഉണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ സമയത്തൊന്നും എവിടെയും ബലരാമസ്വാമിയെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത്രയധികം വീരനായിട്ടുള്ള ഗദായുദ്ധത്തിൽ ഏറ്റവും അധികം കേമനായിട്ടുള്ള അദ്ദേഹം എന്തുകൊണ്ട് ഒരു പക്ഷത്തും ചേരാതെ അദ്ദേഹത്തെ എവിടെയും കാണാത്ത തരത്തിലുള്ളൊരു സാഹചര്യം ഭാരതയുദ്ധത്തിൽ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ ആ സമയത്ത് അദ്ദേഹം എവിടെ ആയിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ആ സമയത്ത് അദ്ദേഹം ഒരു തീർത്ഥാടനത്തിലായിരുന്നു എന്നുള്ളതാണ്. ആ തീർത്ഥാടനത്തിൻ്റെ കഥയാണ് ഇന്നത്തെ കഥയമ്മയുടെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം ഈ തീർത്ഥാടനത്തിന് ഉണ്ടായിട്ടുള്ള ഒരു കാരണത്തെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഭഗവാൻ കൃഷ്ണന്റെ മകനായിട്ടുള്ള സാമ്പൻ, അദ്ദേഹത്തിന് ദുര്യോധനന്റെ മകളായിട്ടുള്ള ലക്ഷണ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയായിട്ട് പ്രണയം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഈ പ്രണയിതാക്കൾ തമ്മിൽ ഇടയ്ക്ക് കാണുക, സംസാരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരിക്കൽ അങ്ങനെ ഈ ലക്ഷണയുടെ അന്തഃപുരത്തിലേക്ക് സാമ്പൻ പോയി എന്നാണ്. അങ്ങനെ അവരവരുടെ പ്രണയ നിമിഷങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ദുര്യോധനും കൗരവരൊക്കെ അറിയണത് ഇങ്ങനെ തൻ്റെ മകളുടെ അന്തഃപുരത്തിൽ ഒരു പുരുഷൻ വന്നിട്ടുണ്ട്, അവനെ പിടികൂടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വാതിലൊക്കെ ചവിട്ടിപ്പൊളിച്ച് നോക്കി. ആ സമയത്താണ് ലക്ഷണയുടെ ഒപ്പം ഈ സാമ്പൻ എന്ന് വിളിക്കപ്പെടുന്ന മകനെ കണ്ടത്. കണ്ടപാടെ അദ്ദേഹത്തെ ബന്ധിച്ചു എന്നാണ്, ഒരു തൂണിൽ കെട്ടിയിട്ടു ദുര്യോധനൻ. ഇനി നിന്നെ അഴിച്ചു വിടണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നട്ടെ എന്നുള്ള ഒരു വലിയ വീരവാദമൊക്കെ അദ്ദേഹം അവിടെ വെച്ച് പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെ ഭഗവാന്റെ മകനെ, അതായത് ശ്രീകൃഷ്ണന്റെ മകനെ അവിടെ കൗരവര് ബന്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ദ്വാരകയിൽ അറിഞ്ഞു. അപ്പൊ കൃഷ്ണൻ സ്വയം വിചാരിച്ചു, എന്നാ പിന്നെ ഞാൻ തന്നെ പോയി മകനെ മോചിപ്പിക്കാം എന്നൊക്കെ കരുതി ഭഗവാൻ തൻ്റെ സഭയായിട്ടുള്ള സുധർമ്മയിൽ നിന്ന് എണീറ്റ് ദാരുകനോട് രഥമൊക്കെ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്താണ് ഒരാള് അത്യധികം ക്രോധത്തോടു കൂടി ഇങ്ങോട്ട് എണീറ്റ്, ഇതിന് കൃഷ്ണനൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇതിന് ഞാൻ ഒറ്റയ്ക്ക് മതി എന്നുള്ള ഒരു ഭാവത്തോടു കൂടി ഭഗവാനെ പോകാൻ അനുവദിക്കാതെ തൻ്റെ ആയുധമായിട്ടുള്ള കലപ്പയെടുത്ത് ഹസ്തിനപുരിയിലേക്ക് ബലഭദ്രസ്വാമി ഒറ്റയ്ക്ക്, യാദവന്മാരുടെ ഒരു സൈന്യവും ഇല്ലാതെ, ഏറ്റവും കേമപ്പെട്ട നാരായണ സേന ഇല്ലാതെ അദ്ദേഹം ഒരേ ഒരാളായിട്ട് ഹസ്തിനപുരിയിലേക്ക് കയറി ചെന്ന് മര്യാദയുടെ ഭാഷയിൽ ആദ്യം സംസാരിച്ചു. ഹസ്തിനപുരിയിലേക്ക് ചെന്ന സമയത്ത് ബലഭദ്രസ്വാമിക്ക് വലിയ സ്വീകരണമൊക്കെ കിട്ടി. കാരണം ദുര്യോധനന് വലിയ ആദരവാണ് ബലഭദ്രസ്വാമിയോട്. പക്ഷേ ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആളോട് തീരെ താല്പര്യമില്ലല്ലോ. കൃഷ്ണന്റെ മകനോട് അതുകൊണ്ട് തന്നെ തീരെ താല്പര്യമില്ല താനും. അതുകൊണ്ട് ഈ സാമ്പൻ എന്ന് വിളിക്കപ്പെടുന്ന കുട്ടിക്ക് ഒരു കാരണവശാലും തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കില്ല എന്ന് ദുര്യോധനൻ പറയുകയും ചെയ്തു. കുറേ തവണയൊക്കെ ബലരാമസ്വാമി തൻ്റെ ഉള്ളിലുള്ള ആ കോപമൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് നല്ല രീതിയിലൊക്കെ സംസാരിച്ച് നോക്കി. പക്ഷെ ദുര്യോധനൻ ഒരു തരത്തിലും വശപ്പെടില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് തൻ്റെ ഉള്ളിലുള്ള ആ ആദിശേഷനാണ് അല്ലെ, ഒരു സർപ്പത്തിൻ്റെ സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. ആ സർപ്പ സ്വഭാവം അങ്ങോട്ട് പുറത്തു വന്നു എന്നാണ്. തൻ്റെ കയ്യിലുള്ള ആ വലിയ ആ കലപ്പ അങ്ങോട്ട് എടുത്ത് അദ്ദേഹം ഹസ്തിനപുരിയിൽ ആഞ്ഞു വെട്ടി അതിനെ എടുത്ത് നദിയിലും സമുദ്രത്തിലേക്കും വലിച്ചിടാൻ ശ്രമിച്ചു എന്നാണ്. ഒറ്റയ്ക്ക് ഹസ്തിനപുരി മുഴുവൻ വെള്ളത്തിൽ പോവും എന്നുള്ള ലക്ഷണം കണ്ടപ്പോൾ ദുര്യോധനൻ വന്ന് കാല് പിടിച്ചു. അങ്ങ് പറയുന്നത് പോലെ ഇവളെ വിവാഹം കഴിച്ചു കൊടുത്തോളാം എന്ന് സമ്മതിക്കുകയും ചെയ്തു എന്നാണ്. ഇതൊക്കെ അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാക്കിയെങ്കിലും തൻ്റെ ക്രോധം എങ്ങനെയാണ് മാറുന്നതെന്ന് ബലരാമസ്വാമിക്ക് മനസ്സിലാവാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് തോന്നി, ഈ ഒരു അവസരത്തിൽ തന്നെ ഇങ്ങനെ പ്രതികരിച്ച ഞാൻ ഒരു യുദ്ധത്തിൽ പങ്കാളിയാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചിലപ്പോൾ ഈ ലോകത്തിൻ്റെ മുഴുവൻ നാശത്തിന് അത് കാരണമാവില്ലേ? പിന്നെ ഒരുപോലെ പാണ്ഡവരും കൗരവരും പ്രിയപ്പെട്ടവരാണ്. പാണ്ഡവരാണെങ്കിൽ ബന്ധുജനങ്ങളാണ്, കൗരവരാണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പം രണ്ട് ഭാഗത്തും നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് കരുതി തൻ്റെ ക്രോധത്തെ ഒന്ന് നന്നാക്കി മെരുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം തീർത്ഥാടനത്തിന് പോയി എന്നാണ്. അങ്ങനെ തീർത്ഥാടനത്തിൽ അദ്ദേഹം പല സ്ഥലങ്ങളും സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ സഞ്ചരിച്ച് അദ്ദേഹം നൈമിഷാരണ്യം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി. ഇവിടെയാണ് ഈ പുരാണ കഥാകഥനമൊക്കെ നടക്കുക.
അവിടെ നൈമിഷാരണ്യത്തിലെത്തിയപ്പോൾ അവിടെ പുരാണം കേട്ടുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ നമസ്കരിച്ചു. കാരണം വന്നിരിക്കുന്നത് കൃഷ്ണന്റെ ഏട്ടനാണ്, ബലരാമനാണ്, ആദിശേഷനാണ്, നാരായണന്റെ തന്നെ അംശാവതാരാണ്. അപ്പം അദ്ദേഹത്തെ നമസ്കരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഒരാൾ മാത്രം എണീറ്റില്ല അത്രേ. ആരാ എണീക്കാതിരുന്നത്? അവിടെ കഥ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന സൂതൻ എന്ന് വിളിക്കപ്പെടുന്ന, രോമാർഷണൻ എന്ന് വിളിക്കപ്പെടുന്ന കഥ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന ആൾ മാത്രം എണീറ്റില്ല, ബഹുമാനിച്ചില്ല. സൂതൻ അവിടെ തന്നെ ഇരുന്നു എന്നാണ്. കാരണം കഥ പറയണ സ്ഥാനത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ അത് ബ്രഹ്മപീഠാണ്, വ്യാസപീഠാണ്. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ ബാക്കിയുള്ളവർ ബഹുമാനിക്കുക എന്നുള്ളതല്ലാതെ നമ്മളായിട്ട് ആരും എണീറ്റ് ബഹുമാനിക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷം. എന്നാൽ ബലരാമസ്വാമിക്കാവട്ടെ അതിയായിട്ടുള്ള കോപം വന്നു. താൻ ആരാണെന്ന് മനസ്സിലായിട്ടും താൻ ആദിശേഷനാണെന്ന് അറിഞ്ഞിട്ടും തന്നെ ബഹുമാനിക്കാൻ ഈ സൂതന് കഴിയില്ലേ? എന്നാൽ ഇദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം എന്ന് കരുതി അദ്ദേഹം ആയുധം ഉപയോഗിക്കാൻ പോയില്ല. കാരണം അദ്ദേഹം പ്രതിജ്ഞ ചെയ്തിരുന്നു, ഈ തീർത്ഥാടന കാലത്ത് ആയുധം അങ്ങനെ ഉപയോഗിക്കില്ല എന്നാണ്. അപ്പം അവിടെ കണ്ടിരുന്ന ദർഭപ്പുല്ലെടുത്ത് ജപിച്ച് സൂതന് നേരെ എറിയുകയും സൂതൻ്റെ തല വെട്ടിക്കളയുകയും ചെയ്തു എന്നാണ്. ആ സമയത്ത് അവിടെ കേട്ടുകൊണ്ടിരുന്നിരുന്ന ആൾക്കാരൊക്കെ തന്നെ വളരെയധികം മോശമായിട്ട് ബലരാമസ്വാമിയോട് പറഞ്ഞു, ഇങ്ങനെയൊന്നും അങ്ങ് പ്രതികരിക്കാൻ പാടില്ല, അങ്ങയുടെ ഈ കോപം മാറ്റാനായിട്ട് തീർത്ഥാടനം നടത്തുന്ന സമയത്ത് വീണ്ടും കോപത്തിൻ്റെ കാരണം വീണ്ടും ബ്രഹ്മഹത്യ ഉൾപ്പെടെയുള്ള പാപമാണ് ചെയ്തിരിക്കുന്നത്. കാരണം സൂതൻ ആരോ ആയിക്കോട്ടെ, അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസ്ഥാനുണ്ട്, അദ്ദേഹത്തെയാണ് അങ്ങ് കൊന്നിരിക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മഹത്യാ പാപത്തിന് വീണ്ടും അങ്ങ് പരിഹാരം ചെയ്യണം എന്ന് അവിടെ കേട്ടുകൊണ്ടിരുന്നിരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തീർത്ഥാടനം വീണ്ടും 1 വർഷം കൂടെ നീട്ടുകയാണ്. ഈ കാലയളവിലൊക്കെയാണ് അവിടെ മഹാഭാരത യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ സമയത്ത്. അപ്പം അങ്ങനെ ഈ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് അവസാനം അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്താണ് അവിടെ ഘോരമായിട്ടുള്ള മറ്റൊരു യുദ്ധം നടക്കുന്നത് ബലരാമസ്വാമി കാണുകയും ചെയ്യുന്നത്. അതിൻ്റെ കഥയൊക്കെ വരുന്ന അധ്യായത്തിൽ നമ്മൾ പറയുകയും ചെയ്യും. അപ്പം എന്തായാലും ബലരാമസ്വാമിയുടെ ഈ തീർത്ഥാടന കാലത്ത് അദ്ദേഹം പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഗംഗ, യമുന, സരസ്വതി, ഗോദാവരി, കാവേരി ഉൾപ്പെടെ, പമ്പ ഉൾപ്പെടെയുള്ള നദിയിൽ വന്ന് കുളിച്ചു എന്നാണ് ഭാഗവത്തിൽ പറയണത്. അവിടെയൊക്കെ വന്ന് അദ്ദേഹം സ്നാനം നടത്തി താൻ ചെയ്തിട്ടുള്ള ഈ ബ്രഹ്മഹത്യാ പാപത്തിന് അദ്ദേഹം പരിഹാരം ചെയ്തു എന്നും പറയുന്നുണ്ട്. എന്തിനാണ് ബലഭദ്രസ്വാമി അല്ലെ, അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ഈ സൂതനെ വധിച്ചതുകൊണ്ട് അതിന് പരിഹാരം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം തീർത്ഥസ്നാനമൊക്കെ ചെയ്തു. എന്തിനാണ് മഹാത്മാക്കൾ വന്ന് തീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നത്? ഇപ്പം നമ്മൾ കുംഭമേളയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടു ഒരുപാട് മഹാത്മാക്കൾ വന്ന് തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ സ്നാനം? എന്തുകൊണ്ടാണ് ഈ മഹാത്മാക്കളൊക്കെ വന്ന് സ്നാനം ചെയ്യുന്നത്? അത് ബലരാമസ്വാമിയോട് തന്നെ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ സമയത്ത് പണ്ട് മഹാദേവനും ഗംഗയും തമ്മിലുണ്ടായിട്ടുള്ള ഒരു സംഭാഷണത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കും. ഗംഗാദേവി ചോദിക്കുന്നുണ്ട്, ഞാൻ ഏറ്റവും പരിശുദ്ധയാണ്, എന്നിലൂടെ എല്ലാ പാപങ്ങളും ഒഴുക്കി കളയാൻ സാധിക്കും. പക്ഷേ ഈ പാപങ്ങൾ ഒഴുക്കി ഞാനിങ്ങനെ മലിനപ്പെടുകയല്ലേ ഭഗവാനെ, എങ്ങനെയാണ് എനിക്ക് നിന്നൊരു മോചനം ഉണ്ടാവുക? കാരണം എന്നിൽ വന്ന് കുളിക്കുന്ന ആൾക്കാർക്കൊക്കെ പാപങ്ങളൊക്കെ മാറിക്കിട്ടുന്നുണ്ട്, പക്ഷെ ആ പാപം ഞാൻ പേറേണ്ടി വരികയല്ലേ, എനിക്കെങ്ങനെയാണ് സ്വയം ശുദ്ധയാവാൻ സാധിക്കുക എന്ന് ചോദിക്കുമ്പോൾ മഹാദേവൻ പറയുന്നുണ്ട്, മഹാത്മാക്കൾ നിന്നിൽ വന്ന് കുളിക്കും. ഈ പാപികളായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, നല്ല സജ്ജനങ്ങളും നിന്നിൽ വന്ന് കുളിക്കും. അപ്പം അവരുടെ പുണ്യം കൊണ്ട് നീ പരിശുദ്ധയായിത്തീരുന്ന. അപ്പം എന്തിനാണ് മഹാത്മാക്കൾ വന്ന് പുണ്യസ്നാനഘട്ടങ്ങളിൽ സ്നാനം ചെയ്യുന്നത്? അതിൽ വന്ന് കുളിക്കുന്ന ആളുകൾക്ക് പുണ്യം കിട്ടാനും അതുവഴി അതിലൂടെ ആ നദിയെ ശുദ്ധീകരിക്കാനുമാണെന്നാണ് സങ്കല്പം. അപ്പം അതിനാണ് ബലരാമസ്വാമി ഇക്കണ്ട തീർത്ഥങ്ങളിലൊക്കെ പോയി സ്നാനം ചെയ്തത്. എന്തിന്? താൻ നാരായണനാണ്, താൻ ആദിശേഷനാണ്, തൻ്റെ സ്നാനം കൊണ്ട് ഈ തീർത്ഥങ്ങളൊക്കെ ശുദ്ധീകരിക്കപ്പെടട്ടെ എന്നൊരു ലക്ഷ്യം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ആ ബലരാമസ്വാമിയെ, അദ്ദേഹത്തിൻ്റെ തീർത്ഥാടന കാലത്തെ ഇന്ന് നമ്മൾ അനുസ്മരിച്ചു. നാളെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കഥ കൂടി അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ബലരാമസ്വാമിയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാം. അതുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ.